ഐഷ പോറ്റി കോൺഗ്രസിലെത്തുമെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് പലരും ഞങ്ങളെ എതിർത്തു. ഒരുപാട് കമൻറ്റുകൾ എതിർവാക്കുകളുമായി രംഗത്തെത്തി. കമൻറ്റുകളിലൂടെ പ്രേക്ഷകർ എതിർവാക്കുകളുമായി രംഗത്തെത്തി. എന്നാൽ ഞങ്ങൾ പറഞ്ഞത് കിറുകൃത്യമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുന്നു. അതിന് മുന്നോടിയായി കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി പങ്കെടുക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ, കൊട്ടാരക്കര കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ അവർ പങ്കെടുക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. കുറച്ചു കാലമായി CPM നേതൃത്വവുമായി അകന്നു നിൽക്കുകയാണ് ഐഷ പോറ്റി. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. നിലവിൽ അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററാണ് അവർ. ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി കഴിഞ്ഞു അവർ. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നടത്തിയ ശ്രമം, കൊടിക്കുന്നിൽ സുരേഷ് MP ഒക്കെ നടത്തിയ ശ്രമം, കൊടിക്കുന്നിൽ സുരേഷ് MPയും ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ നടത്തിയ ശ്രമം വിജയകരമായി മാറിയിരിക്കുന്നു. കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നഗരസഭാ പ്രവർത്തന സമിതിയുടെ യോഗത്തിൽ ഐഷ പോറ്റിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു. ഐഷ പോറ്റിക്കായി കോൺഗ്രസ് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ചു. ഇതോടുകൂടി ഐഷ പോറ്റി കോൺഗ്രസിലെത്തുന്ന കാര്യം ഉറപ്പായി. R ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ തറപറ്റിച്ചാണ് ഐഷ പോറ്റി ആദ്യം നിയമസഭയിൽ എത്തുന്നത്. പിന്നീട് തുടർച്ചയായി 3 തവണ അവർ കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ചു. ഐഷ പോറ്റി ജനസ്വാധീനമുള്ള നേതാവാണ്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന അഭ്യൂഹവും ശക്തമായിരിക്കുന്നു ഇതോടെ. മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന്. ഇപ്പോൾ അത് ആ അഭ്യൂഹത്തിന് ശക്തി ആർജിച്ചിരിക്കുന്നു. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിച്ചാൽ കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കുന്ന KN ബാലഗോപാലിൻ്റെ അവസ്ഥ വളരെ ദയനീയമായി മാറും. അത്രയേറെ ജനകീയ പിന്തുണ ഐഷ പോറ്റിക്കുണ്ട്. മാത്രമല്ല, കൊട്ടാരക്കര പിടിക്കാൻ തുറുപ്പ് ചീട്ടായി ഐഷ പോറ്റിയെ ഉപയോഗിക്കാൻ UDFന് കഴിയും. ഐഷ പോറ്റിയെ പോലെ പരിണിത പ്രജ്ഞയായ വനിതാ നേതാവ് CPM വിടുന്നത് CPMന് തിരിച്ചടി തന്നെയാണ്. കുറെ കാലമായി പാർട്ടിയും ഐഷ പോറ്റിയും തമ്മിലുള്ള അകൽച്ച തുടങ്ങിയിട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിയെ മാറ്റി KN ബാലഗോപാലിനെ നിർത്തിയതോടുകൂടി ഐഷ പോറ്റി പാർട്ടി വേദികളിൽ നിന്ന് പതിയെ അപ്രത്യക്ഷ ആകുകയായിരുന്നു. ഇനിയിപ്പോൾ ഐഷ പോറ്റി CPMലേക്ക് മടങ്ങിപ്പോകില്ല. കാരണം അവർ ഇപ്പോൾ CPMൻ്റെ വെറും മെമ്പർ മാത്രമാണ്. പാർട്ടി സ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട പാർട്ടി ചുമതലകളൊന്നും അവർക്കില്ല. ആകെയുള്ളത് അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ട്രഷറർ ചുമതല മാത്രമാണ്. ആ സംസ്ഥാന ട്രഷറർ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പുതിയ രാഷ്ട്രീയ വാതിലിലേക്ക് പ്രവേശിക്കാം. ഐഷ പോറ്റിക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് കൊട്ടാരക്കര കോൺഗ്രസ് പ്രവർത്തന സമിതി യോഗത്തിൽ പറഞ്ഞതോടുകൂടി, ഐഷ പോറ്റിയെ പ്രശംസിച്ച് പ്രമേയം അവതരിപ്പിച്ചതോടുകൂടി കോൺഗ്രസിലേക്കുള്ള ഐഷ പോറ്റിയുടെ പ്രവേശനം ഈസിയായി മാറിയിരിക്കുകയാണ്. ഐഷ പോറ്റിയെ പോലെ ശക്തയായ വനിതാ നേതാവ് CPM വിട്ടുപോകുമ്പോൾ CPMന് കൊട്ടാരക്കര അടിതെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കൊട്ടാരക്കര കഴിഞ്ഞ തവണ KN ബാലഗോപാൽ വിജയിച്ചത് വളരെ കുറച്ച് വോട്ടിനാണ്. ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷം നിലനിർത്താൻ KN ബാലഗോപാലിന് കഴിഞ്ഞില്ല. LDF തരംഗമായതുകൊണ്ടാണ് ബാലഗോപാൽ ജയിച്ചു കയറിയത് എന്ന സൂചനയും എന്ന അഭ്യൂഹവും ശക്തമാണ്. LDF തരംഗത്തിൽ ബാലഗോപാൽ ജയിച്ചു കയറുകയായിരുന്നു. എതിർ സ്ഥാനാർത്ഥി ദുർബലയായിരുന്നു. എന്നാൽ ഇനി ഐഷ പോറ്റിയോട് ബാലഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ ഈസിയായൊരു വിജയം ബാലഗോപാലിന് ലഭിക്കില്ല. പൊളിറ്റിക്സ് കേരളയുടെ ഒരു റിപ്പോർട്ട് കൂടി കിറുകൃത്യമായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഐഷ പോറ്റിക്കായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു.
കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി മത്സരിക്കുമെന്ന സൂചന ശക്തമാകുന്നു. കൊട്ടാരക്കരയിൽ അവരെക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് കിട്ടാനില്ല. അത്രയ്ക്ക് ജനകീയയാണ് അവർ. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ വികസനത്തിനായി ഒരുപാട് കാര്യങ്ങളും ചെയ്ത ഐഷ പോറ്റിയെ കൊട്ടാരക്കരക്കാർക്ക് പെട്ടെന്ന് കൈവിടാനാവില്ല. ആർ ബാലകൃഷ്ണപിള്ള എന്ന അതികായനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ഐഷ പോറ്റിയുടെ നിയമസഭയിലേക്കുള്ള രംഗപ്രവേശം. ആ രംഗപ്രവേശം സഖാക്കൾ ആഘോഷിക്കുകയും ചെയ്തു. പിന്നീട് 2 തവണ കൂടി അവർ കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ചു. തുടർച്ചയായി 3 തവണ വിജയിച്ചു. ആ ഐഷ പോറ്റിയാണ് കോൺഗ്രസിൻ്റെ തട്ടകത്തിലേക്ക് പോകുന്നത്. കോൺഗ്രസിൻ്റെ തട്ടകത്തിലേക്ക് പോകുമ്പോൾ ഐഷ പോറ്റിയെ നിരാശയാക്കില്ല കോൺഗ്രസ് എന്നുള്ളത് ഉറപ്പാണ്. കൊട്ടാരക്കര മണ്ഡലം അവർക്കായി മത്സരിക്കാൻ നൽകും കോൺഗ്രസ്. അതിൽ ഒരു മാറ്റവും ഇല്ല. എന്തായാലും ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുന്നു. ഈ വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു.